നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. നമ്മൾ പരിശോധിക്കാവുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് എന്തിനാണ് ഈ ഉഡായിപ്പ് സമാധാന കരാറുമായി മുന്നോട്ട് വരുന്നത്. ട്രംപിൻ്റെ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മാർക്കോ റൂബിയോ അദ്ദേഹം ഓരോ പേരുകൾ മാറ്റിക്കൊണ്ട് യുദ്ധത്തിൻ്റെ പേര് ആദ്യ കാലഘട്ടങ്ങളിൽ മിഡ് നൈറ്റ് ഫെറി എന്ന് മറ്റുമായിരുന്നു. ഇപ്പോൾ അത് ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ള പേര് മാറ്റുന്നു. അങ്ങനെ പേര് മാറ്റിക്കൊണ്ട് വരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ട്രംപിനെയും അതോടൊപ്പം തന്നെ ശ്രീമാൻ നരേന്ദ്രമോദിയെയും നെത്തിനാഹുവിനും പോലുള്ള ഉത്തമരായിട്ടുള്ള കരുത്തരായിട്ടുള്ള നേതാക്കന്മാരെ ലോകത്തിന് വെറുപ്പ്, ഇവരോട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരു തരത്തിലുള്ള പ്രത്യേക മനോഭാവം? പിന്നെ എന്തുകൊണ്ടാണ് IRGC നേതാക്കന്മാർ വളരെ ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും സംസാരിക്കുന്നത്? കാരണം ദിവസങ്ങളായി ബ്ലോക്കേഡ്, അവിടെ വെള്ളമില്ല, വെള്ളം വരെ വരില്ല, എണ്ണ പുറത്തു പോകുന്നില്ല, പണം വരുന്നില്ല, എന്നിട്ട് പോലും വെരി സ്ട്രോങ്. അവരിപ്പോഴും സംസാരിക്കുന്നു, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. ഈ വിഷയങ്ങളുടെ പേരിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. വെൽക്കം ടു മൈ ടോക്ക് ഷോ. അതായത് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം, അതായത് ഇറാനെതിരെ ഇനി വീണ്ടും ഒരു വലിയ സൈനിക ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയ പ്രത്യാഘാതം അമേരിക്കയിൽ വളരെ വലുതാണ്. അമേരിക്കയിൽ ഏകദേശം 120 ദിവസം കഴിഞ്ഞാൽ ഇവിടെ മിഡ് ടേം ഇലക്ഷനാണ്. ഏകദേശം 4 മാസം കഴിഞ്ഞാൽ മതി, നവംബറിൽ. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇടക്കാല തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഭരണം അങ്ങോട്ട് പോവാം, ഇങ്ങോട്ടും പോകാം. ഭൂരിപക്ഷം ഡെമോക്രാറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിന് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, അടുത്ത 2 വർഷം കാര്യങ്ങൾ എളുപ്പമാകില്ല. ഒരുപക്ഷെ ട്രംപിനെ പ്രോസിക്യൂട്ട് ചെയ്ത് ഒരുപക്ഷെ അകത്തിടാം, ഒരുപക്ഷെ ഇംപീച്ച് ചെയ്യാൻ പോലും സാധ്യത ഉണ്ട് എന്നറിയാം. അതുകൊണ്ടാണ് ട്രംപ് ഈ തുടർച്ചയായിട്ട് സമാധാന കരാർ എന്നുള്ള ഈ ഒരു ഉഡായിപ്പുമായി മുന്നോട്ട് വരുന്നത്. അതായത് യുദ്ധത്തിന് അതീവമായിട്ട് ആകാംക്ഷയുള്ള നേതാവൊന്നുമല്ല. ഓക്കെ, ഞാൻ വളരെ ഇമേജുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി, എൻ്റെ സ്വന്തം പാർട്ടി, അത് എൻ്റെ അല്ല, ട്രംപിൻ്റെ സ്വന്തം പാർട്ടി ഒരു സമാധാനം കാക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ എൻ്റെ 2 പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, എൻ്റെ 4 പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജൂണോടെ മിഡ് നൈറ്റ് ഹാമർ, ജൂണിലെ ആ ഒരു ആക്രമണത്തിന് ശേഷം, അതിന് മുമ്പ് പോലും ആക്റ്റീവായിട്ട് സ്റ്റീവ് വിറ്റ്സ്കോഫ്, അദ്ദേഹത്തിൻ്റെ മരുമകൻ, അങ്ങനെ അമേരിക്കയുടെ എല്ലാവരും ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ ജൂണിലെ മുമ്പ് ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്തു, ഇറാൻ ഈസ് ഫൂളിങ് അറൗണ്ട്. ഇറാൻ നമ്മുടെ സമയം പാഴാക്കുകയാണ്. അതായത് നമ്മൾ വിളിച്ചു വരുത്തി സമയം പാഴാക്കി, അവർ ഈ സമയം കൈവശപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കിയതാണ്. അതായത് ഡിപ്ലോമസി കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് കഴിഞ്ഞ ജൂണോടെ അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയതാണ്. എന്നിട്ട് പോലും പാകിസ്ഥാനിലേക്ക് JD വാൻസിനെ വിട്ടതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇമേജ് സൃഷ്ടിക്കുക ലോകത്തിന് മുഴുവൻ. ഞങ്ങളൊരു സമാധാന കാംക്ഷികളാണ് നിങ്ങളെല്ലാവരും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുദ്ധം നടക്കുകയാണ്. ഉക്രൈൻ യുദ്ധം വർഷങ്ങളോളം നടക്കുന്നു, അല്ലേ, നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനതയ്ക്ക് യുദ്ധത്തിൻ്റെ വല്ലാത്ത ക്ഷീണമാണ്. ഓക്കെ, ഇത്തരമൊരു സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരം നഷ്ടപ്പെടുത്തി ഡെമോക്രാറ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് പ്രത്യാഘാതം ഇസ്രായേലിന് പോലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്രായേൽ പോലും മിണ്ടാതിരിക്കുന്നത്. കാരണം ഡെമോക്രാറ്റ് പാർട്ടിയിലെ പലരും ഇസ്രായേലിനെ വിമർശിക്കുന്നവരും കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇസ്രായേലും അടുത്തൊരു 6 മാസത്തേക്ക് എന്തായാലും അവരും ആക്രമിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് വളരെ സിമ്പിൾ എന്ന് പറയുന്നത് അത് ഇറാന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട UAEക്കെതിരെ ബലിസ്റ്റിക് മിസൈലുകൾ 5 or 6 അയച്ചിരിക്കുന്നത്. 5 എണ്ണം പിടിച്ചു കെട്ടി, ഒരെണ്ണം അയൺ ഡോം എന്നുള്ള ആ സൗകര്യം കൊണ്ടാണ് എല്ലാം പിടിച്ചടക്കിയിരിക്കുന്നത്. എന്നിട്ട് ഒരെണ്ണം പോയി ഫുജേറയിൽ പോയി വീണു, അത്യാവശ്യം കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്തുകൊണ്ട് അമേരിക്കൻ ഷിപ്പുകൾക്കും അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് വിട്ടാൽ പോരെ? ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു, എനിക്ക് ഉത്തരം താ നിങ്ങൾ, ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു IRGC, പ്രധാനപ്പെട്ട ശത്രു UAEയോ സൗദിയോ അല്ല, ഈ ഇസ്രായേലാണ്. അപ്പോൾ അങ്ങോട്ട് 2 വിട്ടാൽ പോരെ? എല്ലാവർക്കും ഈ സമയത്ത് വേണ്ട ഒരു ഒത്തുതീർപ്പാണ്. കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ IRGCക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവുകയാണ്, യുദ്ധമുണ്ടാകില്ല എന്ന് 101% ഉറപ്പുള്ളത് കൊണ്ടാണ് IRGCയും ആത്മവിശ്വാസമായി പറയുന്നത്, ഞങ്ങൾ കീഴടങ്ങില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ട്രംപ് കഴിഞ്ഞ 1 മാസമായി യുദ്ധത്തിന് പകരം ചെയ്യുന്ന ഉപരോധം, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം, കടൽ നിയന്ത്രണം തുടങ്ങിയ മാക്സിമം പ്രഷറിൻ്റെ എഫക്റ്റ്, ചില്ലർ എഫക്റ്റ് അല്ല ഇറാൻ ഈസ് ബ്രേക്കിംഗ് ഡൗൺ എന്നാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ഇറാൻ ഏകദേശം ന്യൂക്ലിയർ അംബീഷൻ
കൊടുക്കാമെന്ന് പോലും പറയുന്നത്, അത് ഗിവ് അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ആത്മവിശ്വാസം ഇരു കൂട്ടരും ഇതുകൊണ്ടാണ് ഈ അവസരത്തെ സമന്വയം പാലിക്കുന്നത്. കാരണം ഇരു കൂട്ടർക്ക് സമയം വേണം. അമേരിക്കയും ഇസ്രായേലും ഈ കാലഘട്ടത്തിൽ ഇരുന്ന് അവരുടെ ഇന്റൽ അവരെ പരിശോധിക്കണം, അവരെവിടെയാണ് അവർക്ക് തെറ്റുപറ്റിപ്പോയത്. കാരണം ഈ പറയുന്ന യുദ്ധം എന്ന് പറയുന്നത് ഈ ഡ്രോണിന്റെ കാലഘട്ടത്തിലെ യുദ്ധമാണ്. പഴയ പോലെ എന്താ പറയുക F-35 കൊണ്ടൊന്നല്ല. എവിടെയാണ് തെറ്റുപറ്റിപ്പോയെന്ന് ഇരു കൂട്ടരും. ഇനിയൊരു 6 മാസത്തേക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടെ കാലഘട്ടമായിരിക്കും. അമേരിക്കയിൽ വരാൻ പോകുന്ന നവംബർ 5, 6 ഇവിടെ നടക്കുന്ന മിഡ് ടേം ഇലക്ഷൻ തീരുമാനിക്കും ഇനി എങ്ങനെ പോകും, മുന്നോട്ട് പോകും ഈ യുദ്ധമെന്ന്. കാരണം പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, അമേരിക്ക എവിടെയും പോകുന്നില്ല. അതായത് ഒരു കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഇരു കൂട്ടരും ഒരുപക്ഷെ ഇസ്ലാമാബാദിലോ അല്ലെങ്കിൽ ടർക്കിയിലോ ഒത്തുകൂടി ഒരു പേപ്പറിനകത്ത് 2 വര കുറിച്ചുകൊണ്ട് അമേരിക്ക ആ കപ്പലും കൊണ്ട് എവിടെയും പോകാൻ പോകുന്നില്ല. അമേരിക്ക ഈസ് ബിൽഡിംഗ് അസറ്റ്സ്. അമേരിക്ക അവിടെ തന്നെ ഉണ്ടാകും. കാരണം നവംബർ 20 വരെ ഒരു തരത്തിലുള്ള എസ്കലേഷനിലേക്കും പോകാതെ മാക്സിമം പ്രഷർ കൊടുക്കുക, അതിനുശേഷം എന്തു ചെയ്യാം എന്നുള്ള നീക്കമാണ് അമേരിക്കയ്ക്ക്. അതുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്ക ഈ സമാധാന കരാർ മുന്നോട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റുന്നത്? ഈ പേര് മാറ്റിക്കളി നമ്മുടെ നാട്ടിലെ ഈ പല രാഷ്ട്രീയ പാർട്ടിയില്ലേ നേതാക്കന്മാർ, ആ പാർട്ടി ചാടി ഈ പാർട്ടി ചാടുമ്പോൾ പേര് മാറ്റുന്ന പോലെ 60 ദിവസത്തിൽ കൂടുതൽ യുദ്ധം മുന്നോട്ട് പോയാൽ ഇവിടുത്തെ പാർലമെന്റിൽ കോൺഗ്രസിനെ അറിയിക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞു മിഡ് നൈറ്റ് ഹാമർ തീർന്നു. ഇപ്പോൾ ഇരിക്കുന്നത് കൊടുങ്കാട്ടിൻ്റെ പേര് മാറ്റുന്നത്. ഇപ്പോൾ ഇരിക്കുന്നത് ഫ്രീഡം. അതിന് അടുത്ത 1 മാസം കഴിയുമ്പോൾ റിപ്പബ്ലിക്, അത് കഴിയുമ്പോൾ വേറെ പേര്. ഇതാണ് ട്രംപിൻ്റെ ഒരു വഴി. പൊട്ടനാകെ എല്ലാവരും സത്യം പറഞ്ഞാൽ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സമാധാനമായിരിക്കും 6 മാസത്തേക്ക് ഇരു കൂട്ടരും സമീപനം പാലിക്കുന്നു. പക്ഷെ 6 മാസം കഴിയുമ്പോൾ എന്തായി തീരുമോ നമുക്ക് ഒരു ഉറപ്പുമില്ല.